നമസ്കാരം. ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഒരുപോലെ ഭയപ്പെടുത്തുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംഖ്യയാണ് 13 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വേരൂന്നി ഇന്ന് ആഗോളതലത്തിൽ പടർന്നു പന്തലിച്ച ഈ 13-ാം നമ്പർ ഭീതി കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രങ്ങളിലും വിമാന സർവീസുകളിലും വൻകിട ഹോട്ടലുകളിലും വരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന സർക്കാർ മന്ത്രിമാർ 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഒഴിവാക്കിയെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഈ സംഖ്യയെ ചുറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. വിശ്വാസങ്ങളും യുക്തിയും നേർക്കുനേർ പോരാടുന്ന ഈ 13-ാം നമ്പർ ഭയത്തിന് പിന്നിലെ യഥാർത്ഥ കഥകളും വസ്തുതകളും പരിശോധിക്കാം. കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ കാറുകളുടെ നമ്പറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാധാരണയായി മുഖ്യമന്ത്രി 1-ാം നമ്പർ കാർ ഉപയോഗിക്കുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് മറ്റു മന്ത്രിമാർക്ക് കാറുകൾ അനുവദിക്കുന്നത്. എന്നാൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിക്കുന്നതിനേക്കാൾ വലിയ ചർച്ച പലപ്പോഴും 13-ാം നമ്പർ കാർ ആര് വാങ്ങും എന്നതിനെ ചൊല്ലി നടക്കാറുണ്ട്. പുതിയ മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഒഴിവാക്കാൻ താൽപ്പര്യം കാണിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മന്ത്രിപദവി ലഭിച്ചാലും 13-ാം നമ്പർ കാർ ഔദ്യോഗികമായി വാഹനമായി സ്വീകരിക്കാൻ പലരും മടിക്കുന്നു. ഇതിന് പിന്നിൽ ശക്തമായൊരു രാഷ്ട്രീയ അന്ധവിശ്വാസമുണ്ട്. 13-ാം നമ്പർ കാർ ഉപയോഗിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും രാഷ്ട്രീയത്തിൽ പിന്നീട് തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നുമാണ് ഈ ഭീതിക്ക് പിന്നിലുള്ള കാര്യം. എല്ലാവരും 13-ാം നമ്പർ കാറിനെ പേടിയോടെ നോക്കിക്കണ്ടപ്പോൾ ഈ അന്ധവിശ്വാസത്തെ പരസ്യമായി വെല്ലുവിളിച്ച ചില നേതാക്കളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. തന്റെ മന്ത്രിസ്ഥാനത്തിന്റെ കാലാവധിയിലുടനീളം 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഉപയോഗിക്കാൻ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചില്ല. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബിയും 13-ാം നമ്പർ കാറാണ് ഔദ്യോഗിക വാഹനമായി തിരഞ്ഞെടുത്തത്. ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിയുടെ ഭാഗമായി അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് മാതൃകയാകാനാകാം ഇവർ ഈ നമ്പർ മനഃപൂർവ്വം തിരഞ്ഞെടുത്തത്. അതേസമയം UDF മന്ത്രിസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ആരും തന്നെ 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. UDF അധികാരത്തിലിരുന്ന സമയങ്ങളിലെല്ലാം ഈ നമ്പർ ബോധപൂർവ്വം മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു നമ്പറിലേക്ക് പുനഃക്രമീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. വരാനിരിക്കുന്ന പരാജയ ഭീതിയോ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ ആയിരിക്കാം ഇതിലേക്ക് നയിച്ചത്. കാറുകളിൽ മാത്രമല്ല, ജനപ്രതിനിധികൾ താമസിക്കുന്ന തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിലും ഈ 13-ാം നമ്പർ ഭീതി നിഴലിച്ചു നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ നിലവിലുള്ള ബ്ലോക്കിലെ 13-ാം നമ്പർ മുറിയെക്കുറിച്ച് കാലങ്ങളായൊരു കഥ പ്രചരിക്കുന്നുണ്ട്. ഈ മുറിയിൽ താമസം തുടങ്ങുന്ന MLA-മാർക്ക് അടുത്ത വട്ടം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ അന്ധവിശ്വാസത്തിന്റെ കാതൽ. എന്നാൽ തന്നെ ഹോസ്റ്റൽ മുറികളിൽ അനുവദിക്കുമ്പോൾ ഭൂരിഭാഗം ജനപ്രതിനിധികളും 13-ാം നമ്പർ ഒഴിവാക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്താറുമുണ്ട്. എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ മുനയൊടിക്കുന്നതാണ് പാറശാല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA CK ഹരീന്ദ്രന്റെ അനുഭവം. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം പറയപ്പെടുന്ന ഈ 13-ാം നമ്പർ മുറിയിലാണ് താമസിക്കുന്നത്. മറ്റുള്ളവർ ഭയത്തോടെ ഒഴിഞ്ഞുമാറിയെടുത്ത് യാതൊരു ഭയവുമില്ലാതെ താമസിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്ന് തെളിയിക്കാൻ CK ഹരീന്ദ്രന്റെ ഈ ജീവിത ശൈലിക്ക് സാധിക്കുന്നു. 13 എന്ന സംഖ്യയോടുള്ള ഈ ആഗോള ഭയത്തിന് പിന്നിൽ പ്രധാനമായും ക്രിസ്തീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില കഥകളുമുണ്ട്. യേശുക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രശസ്തമായ കഥ. യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി ഭക്ഷണം കഴിക്കുമ്പോൾ ആ മേശയ്ക്ക് ചുറ്റും ആകെ 13 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 13-ാമതായി വന്ന് ഇരുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ആണെന്ന് പറയപ്പെടുന്നു. ഈ അത്താഴത്തിന് ശേഷമാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്. അതിനാൽ 13 എന്ന സംഖ്യ മരണത്തിന്റെയോ ഒറ്റിക്കൊടുക്കലിന്റെയോ പ്രതീകമായി പലരും കാണാൻ തുടങ്ങി. വെള്ളിയാഴ്ച ദിവസവും 13-ാം തീയതിയും ഒരുമിച്ച് വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ദിവസമായാണ് കണക്കാക്കപ്പെടുന്നത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ആയതിനാലും അവസാന അത്താഴത്തിലെ 13-ാമൻ യൂദാസ് ആയതിനാലും ഈ കോമ്പിനേഷൻ വലിയ ഭീതി ജനിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ വൻകിട ബിസിനസ് മേഖലകളിലും ഈ 13-ാം നമ്പർ ഭീതി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നഷ്ടം വരാതിരിക്കാൻ പല കമ്പനികളും ഉപഭോക്താക്കളുടെ ഈ അന്ധവിശ്വാസത്തിന് കൂട്ടുനിൽക്കാറുണ്ട്. ലോകത്തിലെ പല പ്രമുഖ ആഡംബര ഹോട്ടലുകളിലും 13-ാം നമ്പർ മുറിയോ ചിലപ്പോൾ 13-ാം നമ്പർ നില തന്നെ ഒഴിവാക്കാറുണ്ട്. 12-ാം നില കഴിഞ്ഞാൽ നേരിട്ട് 14 എന്ന രീതിയിലേക്കാണ് ലിഫ്റ്റുകളും മറ്റും ക്രമീകരണം ചെയ്യാറുള്ളത്. മുറികളുടെ നമ്പറുകൾ നൽകുമ്പോൾ 112 കഴിഞ്ഞാൽ അടുത്തത് മുറിക്ക് 114 എന്ന് നൽകുകയോ അല്ലെങ്കിൽ 13-ാം നമ്പർ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്നു. 13-ാം നമ്പർ മുറിയിൽ താമസിക്കാൻ വിനോദസഞ്ചാരികൾ വിമുഖത കാണിക്കുന്നത് കൊണ്ടാണ് ഹോട്ടൽ ഉടമകൾ ഇത്തരമൊരു തന്ത്രം സ്വീകരിക്കുന്നത്. വ്യോമയാന രംഗത്തും ഈ ഭീതി ദൃശ്യമാണ്. അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന പല പ്രമുഖ വിമാന കമ്പനികളും തങ്ങളുടെ വിമാനത്തിലെ സീറ്റുകളുടെ നിരയിൽ 13-ാം നമ്പർ വരി ഒഴിവാക്കാറുണ്ട്. യാത്രക്കാർക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനും ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കാതിരിക്കാനും 12-ാം വരി കഴിഞ്ഞാൽ നേരിട്ട് 14-ാം വരിയായിട്ടാണ് സീറ്റുകൾ ക്രമീകരിക്കുക. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയേറെ പുരോഗമിച്ച 21-ാം നൂറ്റാണ്ടിലും കേവലം ഒരു സംഖ്യയെ ചൊല്ലി ഭയപ്പെടുന്നത്
നിർണ്ണയിക്കുന്നത് മനുഷ്യന്റെ മാനസികമായ ബലഹീനതയായാണ് കാണിക്കുന്നത്. ഭാഗ്യവും നിർഭാഗ്യവും നിർണ്ണയിക്കുന്നത് മനുഷ്യന്റെ കഠിനാധ്വാനവും പ്രവൃത്തികളുമാണ്, അല്ലാതെ വാഹനങ്ങളോ നമ്പറോ താമസിക്കുന്ന മുറിയുടെ അക്കങ്ങളോ അല്ല. സമൂഹത്തെ നയിക്കേണ്ട ഭരണാധികാരികളും ജനപ്രതിനിധികളും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് യുക്തിബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ TV.